മുൻ അധ്യാപകരായ സി മൊയ്തീൻകുട്ടി മാഷ്, ജോർജ് മാഷ്, രാഘവൻ മാഷ്, ഹേമ ടീച്ചർ എന്നിവർ ഈ വേദിയിലേക്ക് കടന്നവരാണെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഇനി നമ്മളോട് സംസാരിക്കുന്നത് ആശംസ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബൻസീറ ടീച്ചർ അവർകളാണ്. അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. എല്ലാവർക്കും നമസ്കാരം. വേദിയിലുള്ള HF, പ്രിൻസിപ്പൽ അടക്കമുള്ള അധ്യാപകർ, പൂർവ്വ അധ്യാപകർ, വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ജനപ്രതിനിധികൾ, നല്ലവരായ എൻ്റെ നാട്ടുകാർ, വിദ്യാർത്ഥിനികളാണ്. അടുത്ത സെക്ഷനിലാണ് എനിക്കുള്ള പരിപാടി. പക്ഷേ എനിക്ക് അർജൻറ്റായി പോകാനുള്ളത് കൊണ്ട് ഈ സ്കൂളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് കൊണ്ടും എനിക്കറിയാം ഷഫീർ ബാബു, ഞങ്ങളുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, എപ്പോഴും ഈ സ്കൂളിൻ്റെ ഒരു കാര്യമാണ് പറയാറുള്ളത്. സ്കൂൾക്ക് എന്തെങ്കിലും ഫണ്ട് ബ്ലോക്ക് തലത്തിൽ വെക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സ്കൂളിന് വേണമെന്ന് പറയാറുള്ളത്. അങ്ങനെയാണ് ഈ സ്കൂളിന് വേണ്ടി നമ്മൾ 30 ലക്ഷം രൂപ വെച്ച് കണ്ട് ടോയ്ലറ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഈ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം, പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്, അധ്യാപകരുണ്ട്. നമ്മൾ പഠിച്ച കാലഘട്ടമല്ല ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് നമുക്ക് ഇവിടെ നിന്ന് ഓരോരുത്തരും സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ പഠിച്ചൊരു കാലഘട്ടം അധ്യാപകരും വിദ്യാർത്ഥികളും ഒരു പേടിയും ബഹുമാനമുള്ളൊരു കാലമായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നല്ലൊരു സുഹൃത്ത്, നല്ലൊരു ഫ്രണ്ടാണ് അധ്യാപകർ എന്ന് പറയുന്നത്. നമ്മുടെ അച്ഛനമ്മമാർക്ക് തുല്യമായിട്ടുള്ള ഫ്രണ്ടിൻ്റെ രീതിയിലാണ് നമ്മൾ അധ്യാപകരും വിദ്യാർത്ഥിനികളും ഇന്നത്തെ കാലത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ പെണ്ണുങ്ങളെ സംബന്ധിച്ച്, വനിതകളെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പോകും. അതുപോലെ തന്നെ ആൺകുട്ടികളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പണിക്ക് പോകും. അതിനിടയിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ നല്ല ഉയർന്ന ജോലിയിലൊക്കെ എത്തി നല്ല ഉയർന്ന മേഖലയിലൊക്കെ എത്തുന്നവരുമുണ്ട്. അപ്പം നമുക്കറിയാം ഈ സർക്കാർ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 100ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്കറിയാം ഈ സ്കൂളിനെ പറ്റി നല്ല രീതി, നല്ല ഓരോരുത്തരോട് സംസാരിക്കുന്ന കണ്ടു നല്ല അച്ചടക്കത്തോട് കൂടി നന്നായിട്ട് പഠിച്ച് ഇറങ്ങുന്ന മക്കളാണ് ഈ സ്കൂളുള്ളത് എന്നുള്ളത്. നമ്മളൊക്കെ നമ്മളെ മക്കളെ, ഞാനൊക്കെ എൻ്റെ മക്കളെ സർക്കാർ സ്കൂൾ തന്നെയാണ് ചേർത്ത് പഠിപ്പിക്കാറുള്ളത്. കാരണം നമ്മളങ്ങനെ സ്കൂളിലൊക്കെ ചേർത്ത് അവിടെ നിന്ന് നമ്മളെ മക്കൾ നല്ല നിലയിൽ നല്ല മേഖലയിലൊക്കെ എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിന് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ അധ്യാപകരുണ്ട്, PTA പ്രസിഡന്റുമാരുണ്ട്, മാനേജ്മെൻ്റ് ഉണ്ട്. എല്ലാവരും കൂടിയുള്ള ഒത്തൊരുമയോടുമാണ് ഈ ഒരു സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ 100ാം വാർഷികം ആഘോഷിക്കുന്ന സ്കൂളിനും വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി നമ്മുടെ മുൻ അധ്യാപകൻ സി മൊയ്തീൻകുട്ടി മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും.